എമിലി എന്ന പെണ്ണ് അവളുടെ ബർത്ത്ഡേ ദിവസത്തിൽ ട്രാപ്പാവുന്നു. ഓരോ ദിവസവും അവൾ കണ്ണു തുറക്കുന്നത് അതേ ദിവസത്തിലാണ്. ദിവസത്തിന്റെ അവസാനം ഒരു മാസ്ക് മാൻ അവളെ കൊല്ലുന്നു. അതിനുശേഷം അവൾ കണ്ണു തുറക്കുമ്പോൾ എപ്പോഴത്തെയും പോലെ അവളുടെ ഫ്രണ്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഒരു കേക്കുമായി നിൽക്കുന്നു. അതുകൊണ്ട് അവൾ ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യുന്നതിനായി ആ കില്ലറിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ അറിയാതെ ഫ്രണ്ടിനെ കൊല്ലുന്നു. ആ കില്ലർ അന്നും അവളെ കൊല്ലുന്നു. വീണ്ടും അവൾ ജീവനോടെ വരുന്നു. ഓരോ പ്രാവശ്യം ജീവനോടെ തിരികെ വന്നാലും അവൾ മരിക്കുമ്പോഴുണ്ടാകുന്ന ഇഞ്ചുറീസ് അവളുടെ ബോഡിയിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് പോകെ പോകെ അവളുടെ ബോഡി വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതാലോചിച്ചിരിക്കാൻ അവൾക്ക് സമയമില്ല. ആ മാസ്ക് മാൻ വീണ്ടും അവിടേക്ക് വരുന്നു. ഉടനെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയവൾ ഒരു കാർ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഓവർ സ്പീഡ് കാരണം പോലീസ് അവളെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ എമിലി അവൾക്ക് നടന്നതെല്ലാം പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ വിചാരിച്ചതുപോലെ തന്നെ ആ ഓഫീസർ അവൾക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു. അയാളോട് ആർഗ്യൂ ചെയ്യുന്നത് വേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയവൾ അറസ്റ്റ് ചെയ്താൽ അത് തനിക്ക് സേഫ് ആയിരിക്കുമെന്ന് വിചാരിച്ച് അറസ്റ്റ് ചെയ്യാൻ പാകത്തിന് ബിഹേവ് ചെയ്യുന്നു. നോക്കുമ്പോൾ അവളെ അറസ്റ്റ് ചെയ്ത് കാറിൽ കയറ്റിയതും മറ്റൊരു കാർ വന്ന് ആ ഓഫീസറിനെ ഇടിക്കുന്നു. അടുത്ത നിമിഷം തന്നെ കാറിൽ നിന്ന് പുറത്തു വന്ന കില്ലർ എമിലിയോടൊപ്പം പോലീസ് കാറിനെ തീയിടുന്നു. വീണ്ടും കണ്ണു തുറന്ന എമിലിക്ക് ഇത്തവണ ഒരു ക്ലൂ കിട്ടുന്നു. ഹോസ്പിറ്റലിലുണ്ടായിരുന്ന സീരിയൽ കില്ലറിനെ പറ്റി ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് അത് അവനാണോ എന്ന് എമിലിക്ക് സംശയം തോന്നുന്നു. അവൾ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. പക്ഷെ അതിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സ് എല്ലാം മരിച്ചു കിടക്കുന്നു. നോക്കുമ്പോൾ ആ സീരിയൽ കില്ലർ അവളുടെ പുറകിൽ നിൽക്കുന്നു. വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഓടിയവൾ ഒരു സ്ഥലത്ത് വന്ന് അകപ്പെടുന്നു. ഭാഗ്യത്തിന് അവളുടെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരുന്നു. എന്നാലും ആ കില്ലർ വളരെ ഈസിയായി ബോയ് ഫ്രണ്ടിനെ കൊല്ലുന്നു. ആ ടൈം യൂസ് ചെയ്ത് രക്ഷപ്പെട്ടവൾ ഒരു ഇരുട്ടുള്ള റൂമിനകത്ത് കയറി ഒളിക്കുന്നു. അതേസമയം ആ കില്ലർ അകത്തേക്ക് വന്നതും ഒളിച്ചിരുന്ന എമിലി ഒരു കമ്പി വെച്ച് അവന്റെ തലയ്ക്കടിക്കുന്നു. പക്ഷെ അവനെ കൊന്നാൽ ലൂപ്പ് അവസാനിച്ച് അവളുടെ ബോയ് ഫ്രണ്ട് പെർമനന്റ് ആയി മരിക്കുമെന്ന് മനസ്സിലാക്കിയവൾ മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്ത് വീണ്ടും തിരിച്ചു വരുന്നു. ഇപ്രാവശ്യം ഒട്ടും തന്നെ പേടിക്കാതെ ഓൾറെഡി നടക്കാൻ പോകുന്നതെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രതികാരം ചെയ്യുന്നതിനായി ഹാപ്പിയായി വരുന്നു. അവസാനം വളരെ ഈസിയായി ആ കില്ലറിനെ കൊന്ന് ആ ലൂപ്പ് അവസാനിപ്പിക്കുന്നു.